ചെറുപ്പക്കാരായ എത്രയോ ഫിലിമുകൾ കണ്ടില്ലേ, എത്രയോ വേണ്ടാധീനങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ കണ്ടില്ലേടാ. എങ്കിലും മാറണമെന്നുള്ള ചിന്ത നിന്റെ കൽവിലേക്ക് കൊണ്ടുപോകാറാ. അല്ലാഹുവിന്റെ മുമ്പിൽ പൊറുപ്പിക്കരഞ്ഞുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് ഒന്ന് കണ്ണ് നിറയ്ക്ക് ചെറുപ്പക്കാരാ. നീ ഒന്ന് കരഞ്ഞാൽ അല്ലാഹു നിന്നോട് ഇഷ്ടം കൂടുമടാ ചെറുപ്പക്കാരാ. അതിനുള്ള ശ്രമം നടത്തണേ. എന്റെ പ്രിയമുള്ളവരോട് പറയുകയോ, ഖുർആൻ ഓതുന്നത് ജനങ്ങളെ കാണാൻ വേണ്ടിയല്ല, നിസ്കരിക്കുന്നത് ജനങ്ങളെ കാണാൻ വേണ്ടിയല്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ജനങ്ങളെ കാണാൻ വേണ്ടിയല്ല. അങ്ങനെ ഒരു നിയ്യത്ത് നമ്മളെ ഖൽബിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇഖ്ലാസ് നഷ്ടപ്പെടും ചെറുപ്പക്കാരാ. നാളെ പരലോകത്ത് വന്നിട്ട് പടച്ചവനെ ഞാൻ ഖുർആൻ ഓതി, പടച്ചവനെ ഞാൻ നിസ്കരിച്ചു, ഞാൻ കൊടുത്തു അല്ലാഹ്, ഞാൻ സദഖ കൊടുത്തു നാദാ പറഞ്ഞത് കൊണ്ടൊരു കാര്യം ഉണ്ടാകൂല. ഉള്ളവരെ നമ്മുടെ അമലുകളൊക്കെ കൊഴിഞ്ഞു പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാ. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? രണ്ടാമത്തെ വിഭാഗം ജനങ്ങളുടെ മുന്നിലേക്ക് അല്ലാഹു പോവുകയാണ്. അവരാരാണെന്നറിയുമോ? അവര് രക്തസാക്ഷികളാണ്. അവര് രക്തസാക്ഷികളാണ് പ്രിയപ്പെട്ടവരെ. അവരുടെ മുമ്പിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കടന്നു ചെല്ലുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു കടന്നു ചെന്നിട്ട് അവിടുന്ന് ചോദിക്കുകയാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതെന്നറിയോ? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതെന്നറിയോ? നീ രക്തസാക്ഷിയായത് എന്തിനു വേണ്ടിയാ? രണ്ടാമത്തെ പഠിച്ചോളി. ഒന്നാമത്തെ വിഭാഗം ഖുർആൻ ഓതുന്നത്, അത് എങ്ങനെ, അതിന്റെ രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. രണ്ടാമത്തെ വിഭാഗത്തിലെടുത്ത് അല്ലാഹു ചെല്ല, എന്നിട്ട് രണ്ടാമത്തെ വിഭാഗത്തിലെടുത്ത് ചെന്നിട്ട് അല്ലാഹു എന്താ അല്ലാഹു ചോദിക്കുന്നത്? നീ എന്തിനാ രക്തസാക്ഷിയായി? എന്തിനാണ് നീ രക്തസാക്ഷിയായി? ആ സമയത്ത് അവൻ അല്ലാഹുവോട് പറയും, എന്താ അവൻ അല്ലാഹുവോട് പറയുന്നത്? അല്ലാഹു, ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായി പഠിച്ചവൻ. അപ്പൊ അല്ലാഹുവിന്റെ എന്താണ് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ വിളിച്ചു പറയുന്നത് എന്താണെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകൾ പറയാ, പഠിച്ചവനെ അവൻ പറയുന്നത് കളവാ. അല്ലാഹ് അവൻ പറയുന്നത് കളവാ. പഠിച്ചവനെ പറഞ്ഞത് കളവാ, പച്ച നുണയാണ്. അവൻ പറഞ്ഞത് കളവാ. മലക്കുകൾ പറയുന്നത് എന്താണെന്നറിയോ? നീ ധീരനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത്. അത് ജനങ്ങൾ പറഞ്ഞു ചെയ്തു. നീ വലിയ ധീരനാ, നീ ആരും ഭയക്കാത്തവൻ. അതിന്റെ പേര് വലിയ ഇമേജ് ഉണ്ടാവും. അതുകൊണ്ട് ജനങ്ങൾ നല്ലത് പറയാൻ വേണ്ടിയിട്ട്, ജനങ്ങളുടെ ഇടയിൽ വലിയ ധീരനാണെന്ന് പറയാൻ വേണ്ടിയിട്ട്, അഭിമാനവും ഇസ്സത്തും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ രക്തസാക്ഷിയായ. അതുകൊണ്ട് നിനക്ക്